ശബരിമല വാർത്തകൾ. മകരവിളക്ക് മഹോത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. ജനുവരി 9 മുതൽ തത്സമയ ബുക്കിംഗ് സംവിധാനം നിലയ്ക്കലേക്ക് മാറ്റും. ഹൈക്കോടതിയുടെ നിർദ്ദേശം പരിഗണിച്ചും പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകളുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷവുമാണ് തീരുമാനം എടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ജനുവരി 9 മുതൽ വെർച്വൽ ക്യൂ ബുക്കിംഗിന് 50,000-ആയും തത്സമയ ബുക്കിംഗിന് 5,000-ആയും നിജപ്പെടുത്തും. ജനുവരി 13-ന് 50,000-ആയും മകരവിളക്ക് ദിനമായ ജനുവരി 14-ന് 40,000-ആയും മകരവിളക്ക് കഴിഞ്ഞ് അടുത്ത ദിവസമായ 15-ന് 60,000-ആയും നിയന്ത്രിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ്, ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് കടന്നു വരുന്നത്. മണ്ഡലകാലം കഴിഞ്ഞ് മകരവിളക്ക് ആരംഭിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തന്മാരാണ് കൂടുതലായി ശബരിമലയിലേക്ക് എത്തുന്നത്. ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ലക്ഷോപലക്ഷ ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ശബരിമലയിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞ 5-6 ദിവസങ്ങളായി ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം ആളുകൾ ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ മകരവിളക്കുമായ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു ചെറിയ പ്രതിസന്ധി, 10-ാം തീയതിക്ക് ശേഷം ഇവിടെ വരുന്ന ഭക്തരെല്ലാം തന്നെ മകരവിളക്ക് കാണുവാൻ വേണ്ടി ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. 10-ാം തീയതി മുതൽ ഇങ്ങോട്ട് വരുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും തിരിച്ചു പോകാതെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്നവരും അങ്ങോട്ട് പോകുന്നവരും തമ്മിലൊരു കൂട്ടിമുട്ടലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പമ്പയിൽ നമ്മളിപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന തത്സമയ ബുക്കിംഗ് സെൻറ്റർ നിലയ്ക്കലേക്ക് മാറ്റണം എന്നുള്ളൊരു തീരുമാനം ക്രൗഡ് മാനേജ്മെൻറ്റ് നേതൃത്വം നൽകുന്ന പോലീസും മറ്റ് സർക്കാർ ഏജൻസികളുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ADGP ശ്രീജിത്തുമായിട്ടും ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുമായിട്ടും എല്ലാവരോടും കൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ പമ്പയിൽ പ്രവർത്തിക്കുന്ന തത്സമയ ബുക്കിംഗ് സെൻറ്റർ നിലയ്ക്കലേക്ക് നാളെ മുതൽ മാറ്റുവാനുള്ള സംവിധാനത്തെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരി 9 മുതൽ തത്സമയ ബുക്കിംഗ് സംവിധാനം നിലയ്ക്കലിലേക്ക് മാറ്റും. ഭഗവാനെ കണ്ട് തിരിച്ചിറങ്ങുന്നവരും ബുക്കിംഗിന് നിൽക്കുന്നവരും ചേർന്നുള്ള തിരക്ക് ഒഴിവാക്കാനാണ് ഈ ക്രമീകരണമെന്ന് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു. ജനുവരി 10 മുതൽ സന്നിധാനത്തെത്തുന്ന ഭക്തജനങ്ങൾ മലയിറങ്ങാതെ മകരവിളക്ക് ദർശിക്കുന്നതിന് സന്നിധാനത്ത് തങ്ങാൻ സാധ്യതയുണ്ട്. മകരവിളക്ക് ദർശിച്ച ശേഷം ഇവർ കൂട്ടത്തോടെ പമ്പയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന അയ്യപ്പ ഭക്തരും മലയിറങ്ങുന്നവരും ചേർന്ന് തിരക്ക് രൂക്ഷമാകാതിരിക്കാൻ ജനുവരി 15 മുതൽ ഉച്ചതിരിഞ്ഞ് 3 മുതൽ വൈകുന്നേരം 5 വരെയുള്ള സ്ലോട്ടുകളിൽ ബുക്ക് ചെയ്ത അയ്യപ്പ ഭക്തർ വൈകുന്നേരം 6-ന് ശേഷം എത്തണം. വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്തവർക്ക് ഇത് സംബന്ധിച്ച് മെസ്സേജ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തത്സമയ ബുക്കിംഗ് 15 മുതൽ 11 മണിക്ക് ശേഷമേ ഉണ്ടാവൂ എന്നും സുരക്ഷിതവും സുഗമവുമായ അയ്യപ്പ ദർശനം എല്ലാവർക്കും സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. i4A ന്യൂസ്, പാലാ.